ഹായ് ഡിയർ, സ്കീമിൻ്റെ ഒരു അപ്ഡേറ്റാണ്. എൻജിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് ഫേസ് മോപ്പപ്പ് രജിസ്ട്രേഷനെ പറ്റിയുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് നോക്കാം. എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 2020 രണ്ടാം ഘട്ട ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധം. അപ്പോൾ ഒരു പ്രാവശ്യം ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഉണ്ടായിട്ടുള്ള എല്ലാവരും ഓൺലൈൻ രജിസ്റ്ററൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിന് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലെ 2020-21 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിൽ ഒന്നാം ഘട്ട ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റിനു ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായുള്ള രണ്ടാം ഘട്ട മോപ്പപ്പ് നടപടികൾ 2020 നവംബർ 24 മുതൽ ആരംഭിക്കുന്നത്. അതായത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 2020 നവംബർ 16 മുതൽ 18 വരെ ഉച്ചയ്ക്ക് 12 മണിവരെ വിദ്യാർത്ഥികൾ നൽകിയ ആദ്യഘട്ട ഓൺലൈൻ ഓപ്ഷനുകൾ പരിഗണിച്ചാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അന്നത്തെ ഓൺലൈൻ ഓപ്ഷൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അടുത്തിനി വേക്കൻസി ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നടത്തുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യഘട്ട മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ ബന്ധപ്പെട്ട സ്ട്രീമിലെ എല്ലാ ഓപ്ഷനുകളും റദ്ദാക്കുന്നതാണ്. സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോളേജുകളിൽ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം നിലവിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് മാറ്റം ലഭിക്കുന്ന പക്ഷം നിലവിലുള്ള അഡ്മിഷൻ റദ്ദാകുന്നതാണ്. അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചിലർക്ക് എപ്പോഴും ഡൗട്ടുള്ളവർ മോപ്പപ്പ് കിട്ടിക്കഴിഞ്ഞ് അത് ഇപ്പോൾ ഇതാണ് ഒരു ഡൗട്ട് എല്ലാവരും ഉണ്ടാവാറില്ല, മോപ്പപ്പ് കിട്ടിയാൽ സ്വീകരിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടോയെന്ന്. പ്രശ്നമാണ്. മോപ്പപ്പ് കിട്ടിയത് എന്തായാലും സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ മുമ്പത്തെ അലോട്ട്മെൻറ്റ് എന്തായാലും ക്യാൻസലായി പോകും. മോപ്പപ്പിൽ കിട്ടിയത് സ്വീകരിക്കണം. നിശ്ചിത സമയത്തിനകം ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഇനി രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂളാണ്. 24-ാം തീയതിയാണ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നൽകുന്നതിന് വെബ്സൈറ്റ് സജ്ജാകുന്നത്. 26-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് കൺഫർമേഷൻ ചെയ്യുന്നതിനുള്ള സമയം അവസാനിക്കുന്നത്. ഇനി 27-ാം തീയതിയാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ്. 28 to 30 വരെ 4 മണി വരെ കോളേജിൽ പ്രവേശനം നേടാനുള്ള തീയതി. അപ്പോൾ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് തങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ ലഭ്യമായ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് 24 മുതൽ 26 വൈകിട്ട് 4 മണി വരെ ഓൺലൈനായി ഓപ്ഷനുകൾ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? കാരണം പുതിയതായി രജിസ്റ്റർ ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്തവർ കൺഫേം ചെയ്യുന്നതാണ് ചെയ്യുന്നത്. നിലനിൽക്കുന്ന ഹയർ ഓപ്ഷനുകളിൽ ആവശ്യമെങ്കിൽ പുനഃക്രമീകരണം ചെയ്യാനും ആവശ്യമില്ലാത്ത റദ്ദ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം. അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. അല്ലാത്ത പക്ഷം പ്രോസ്പെക്ടസ് ക്ലോസ് പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. അത് പെനൽറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്തവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതുമല്ല. ഇനി മോപ്പപ്പ് ഘട്ടത്തിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൊടുക്കേണ്ടതായ ഫീസ് ഓൺലൈനായിട്ടോ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ ഒടുക്കിയ ശേഷം അസൽ രേഖകൾ ഇതൊക്കെയാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 30-ാം തീയതി വൈകിട്ട് 4-ന് മുമ്പായി ബന്ധപ്പെട്ട കോളേജിൽ ഹാജരായി അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ പ്രകാരം ബാക്കി ട്യൂഷൻ ഫീ, ഡെപ്പോസിറ്റ്, മറ്റ് ഫീസുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവ കോളേജിൽ കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെർച്വൽ അലോട്ട്മെൻ്റ് എല്ലാം നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും ഗവൺമെൻറ്റോട് തീയതി 20/6/2005 സർക്കാർ ഉത്തരവനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, ശ്രീചിത്ര, നിർഭയ ഹോം, ജുവനൈൽ ഹോം അന്തേവാസികൾ എന്നിവരൊന്നും ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട. പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അതത് കോളേജ് പ്രിൻസിപ്പൽമാർ അംഗീകരിച്ച് 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന സമർപ്പിക്കേണ്ടതാണ്.
ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് മോപ്പപ്പിനെ പറ്റിയുള്ള അപ്ഡേറ്റ്. അപ്പോൾ സെക്കൻഡ് മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളവരൊക്കെ ഓപ്ഷൻ കൺഫർമേഷൻ മറക്കാതെ കൊടുക്കുക. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. പുതിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.